പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും. രാവിലെ ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്. ഈ പൗരോഹിത്യത്തിൽ തന്നെ വിശുദ്ധരും അശുദ്ധരുമുണ്ട്. പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ എല്ലാവരും വിശുദ്ധരാണ്. പ്രവൃത്തി കൊണ്ട് വിശുദ്ധി നഷ്ടപ്പെട്ട അശുദ്ധിയിലേക്ക് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ പുരോഹിതർക്ക്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, അവർ പഠിച്ച് വൈദികനായി കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ PhDക്കും അതിനും ഇതിനും ഡിഗ്രിക്കും ലോകത്തിൻ്റെ മുഴുവൻ പഠനങ്ങൾക്കും വിടും. ലോകത്തിൻ്റെ പിന്നാലെ എല്ലാം നടന്ന് ലോകകാര്യങ്ങളെല്ലാം പഠിച്ച് അതിലെല്ലാം കൈയിട്ട് വാരി തെക്കോട്ടും വടക്കോട്ടും എല്ലാം നടന്നേച്ച് വരുമ്പോൾ പൗരോഹിത്യത്തെക്കാൾ വലുതായി മറ്റു പലതിനെയും തോന്നും. അതാണ് നശിക്കുന്നത്. പണ്ട് 10ാം ക്ലാസ് മാത്രം പഠിച്ച എത്രയോ പുരോഹിതർ വിശുദ്ധരായി ജനിച്ച് ജീവിച്ച് മരിച്ചവരാണ്. ഇവിടെ അങ്ങനല്ല. 10-16 വയസ്സ് വരെ പട്ടിണി ഇല്ലാതെ വീട്ടിൽ ജീവിക്കുന്നു. 16 വയസ്സോ 17 വയസ്സോ കഴിയുമ്പോൾ അച്ഛനാകാൻ പഠിക്കാൻ പോകുന്നു. അന്ന് മുതൽ 5 പൈസയുടെ വേല എടുക്കേണ്ട, തിന്ന് കൊഴുത്ത് അങ്ങ് നടന്നാൽ മതി. ദൈവവേലയ്ക്കാണെന്നുള്ള ആത്മസമർപ്പണം ഇല്ലെങ്കിൽ ജഡം വളരുന്നതനുസരിച്ച് തിന്മയും വളരും. ആരുടെ കുഴപ്പമില്ലെന്നേ, ലോകമാണിത്. അതാണ് അവസ്ഥ. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള പുരോഹിതരെല്ലാം കച്ചവടക്കാരായി മാറിയിരിക്കുന്നു. കത്തോലിക്ക സഭ മുഴുവൻ കാണുന്നത് അങ്ങനെയാണ്. കാരണം ലോകവും ദൈവവും ഒരുപോലെ കൈപിടിച്ചു കൊണ്ട് നടക്കാൻ ഒരു മനുഷ്യനും സാധാരണ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ലോകത്തിൻ്റെ മനുഷ്യനാകും, അല്ലെങ്കിൽ അവൻ ദൈവത്തിൻ്റെ മനുഷ്യനാകും. അറിവ് സമ്പാദിക്കുന്നത് തിന്മയല്ല, പക്ഷേ അറിവ് സമ്പാദിക്കുമ്പോൾ തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഞങ്ങളുടെ ചെമ്മാച്ചന്മാർക്ക് പട്ടം കൊടുക്കുന്നില്ല എന്ന്. ഇവരുടെ കൂടെ 4-5 പുരോഹിതന്മാർ ശ്രേഷ്ഠന്മാരുണ്ടല്ലോ, അങ്ങോട്ട് പട്ടം കൊടുത്താൽ പോരെ. എന്താ അവർ കൊടുക്കാത്ത? എന്താ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മുൻകാലങ്ങളിൽ ഇപ്പോഴത്തെ കണക്കല്ല റെയിൽവേ ട്രാക്കിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു പാളം മാറി ട്രെയിൻ പോകണമെങ്കിൽ കൃത്യമായിട്ടും അതിന് വർക്ക് ചെയ്യുന്ന, അത് നോക്കുന്ന ആൾ അത് വേണ്ടതുപോലെ ചെയ്ത് ലിവർ മാറിക്കൊടുത്താൽ മാത്രമേ പാളം മാറുകയുള്ളൂ. പാളം മാറിയാൽ മാത്രമേ തീവണ്ടി മാറുകയുള്ളൂ. ഇങ്ങനെ തീവണ്ടിപ്പാളം മാറ്റാനുള്ള ഒരു മനുഷ്യനെ പോലെ കത്തോലിക്ക സഭയിൽ വൈദികരെയും സമർപ്പിതരെയും പഠിപ്പിക്കാനായിട്ട് ഒരു പുരോഹിത ശ്രേഷ്ഠനെ ഏൽപ്പിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, 5000 കന്യാസ്ത്രീകളെയും 2000 അച്ഛന്മാരെയും പഠിപ്പിച്ചു. ഇത് ട്രാക്ക് മാറ്റി കൊടുത്ത മനുഷ്യനാണ്. കൃത്യം ബാംഗ്ലൂർക്ക് പോകേണ്ട ട്രെയിൻ ചെന്നൈക്ക് കയറ്റിവിട്ടു, ട്രാക്ക് മാറ്റി കൊടുത്തു. നിസാര ഒരു പണിയെ ചെയ്തുള്ളൂ. ബാംഗ്ലൂർ ചെല്ലേണ്ട ട്രെയിൻ ചെന്നൈയിൽ ചെന്ന് നിന്നു. ഇതാണ് സ്വർഗത്തിലേക്ക് ഉള്ള ട്രാക്കിൽ കയറ്റിവിടേണ്ട മനുഷ്യൻ ലോകത്തിൻ്റെ അറിവും ലോകത്തിൻ്റെ തന്നിലുള്ള സകല തിന്മകളും കൂടെ കടത്തിവിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത എന്തോ വലിയ പുള്ളികളാണ്, സ്വർഗത്തിന് എന്തോ പ്രത്യേക ശ്രേഷ്ഠത ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച ആ പുരോഹിത ശ്രേഷ്ഠൻ്റെ പണിയാണ് ഈ പഠിപ്പിച്ച് പിള്ളേരെ എല്ലാം വഴിതെറ്റിച്ച് നശിപ്പിച്ചത്. എന്തൊരു കഷ്ടമാണ്. പൗരോഹിത്യം എന്താ എടുക്കാമല്ലോ. പിന്നെ ആ പള്ളി വഞ്ചരിക്കാമെങ്കിൽ, കന്യാസ്ത്രീക്ക് കുപ്പായം കൊടുക്കാമെങ്കിൽ, എന്നാൽ പിന്നെ ഒരു പുരോഹിതനെ കൂടെ വാഴിക്കുന്നതിന് കുഴപ്പം അങ്ങ് ചെയ്തു കൊടുക്കുക. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ ബോധമില്ലല്ലോ. ഭീഷണിപ്പെടുത്തി സമവായത്തിലൂടെ സ്വർഗത്തിൻ്റെ പരിശുദ്ധ ബലി ഭൂമിയിൽ അർപ്പിക്കാമെന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച, അത് ചെയ്ത് പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുത്ത ഒരു രൂപതയിലുള്ള വൈദികരും നമ്മുടെ ഷൈജു അങ്കിള് ഇന്നലെ പറയുന്ന കേട്ടു, ഞങ്ങൾ ഇനിയും വലിയ പരിപാടി ചെയ്യാൻ പോവാന്ന്. അതുപോലെ ഒരു പുരോഹിതനുണ്ട്, അകവും പുറവും കറുത്തിരിക്കുന്ന ഒരു പുരോഹിതൻ. അദ്ദേഹവും പറഞ്ഞു, ഞങ്ങളിനി അങ്ങ് തിന്നും. കട്ടിലിട്ട അന്ന് ഇയാളുടെ കുപ്പായം കയറി വിടേണ്ടതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇവരുടെ ധാരണ കുപ്പായം കീറി വിടാനൊക്കത്തില്ലെന്ന്. ആരെ പറഞ്ഞേ? എത്രയോ പേര് കുപ്പായവും കൊണ്ട് ഓടിയ പുള്ളികളുണ്ടല്ലോ. കണ്ടവരെ തട്ടിച്ച്, കണ്ടവരുടെ മുതലും ദൈവത്തിൻ്റെ മുതലും എല്ലാം കൂടെ കട്ടുകൊണ്ട് കൈ കിട്ടിയതിനെയും കൈ പിടിച്ചുകൊണ്ട് ഓടിയ മനുഷ്യരുണ്ടല്ലോ. ഇവരൊക്കെ എങ്ങോട്ടാ പോയേ? ഇതൊക്കെ ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, കള്ളന്മാരാ. ഞാൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റപ്പെടുത്താനും ചീത്ത പറയാനും വേണ്ടി അല്ല സത്യത്തിൽ. പക്ഷേ എന്ത് ചെയ്യാനാ, നിങ്ങളെക്കൊണ്ട് നിങ്ങൾ പറയിക്കുകയല്ലേ. അതുകൊണ്ട് ഈ വേഷം ധരിച്ചാൽ, നായ് വേഷം കെട്ടിയാൽ നന്നായി കുരയ്ക്കണമെന്ന് പറയുന്നത് പോലെ പൗരോഹിത്യത്തിൻ്റെ വേഷം കെട്ടിയാൽ പൗരോഹിതനായി ജീവിക്കണം.
ഉന്നതങ്ങളിലുള്ള ദൈവത്തിൻ്റെ മകനായി ജീവിക്കാൻ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ബലിയായി ഞാൻ കൊടുത്തുകൊള്ളാം. അതിന് തല്ലുകൊണ്ടാലും ചീത്ത കേട്ടാലും ഒറ്റപ്പെട്ടാലും നാട്ടുകാർ കുറ്റപ്പെടുത്തിയാലും കർത്താവെ, നിന്നോട് നിൻ്റെ ബലിപീഠത്തോടും വിശ്വസ്തത പാലിക്കും. അതിനുവേണ്ടി ഞാൻ എൻ്റെ ബിഷപ്പിനെ അനുസരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഈ പുരോഹിതർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ എന്താ പറയുക? ഈ അടുത്ത കാലത്ത് ഞാനൊരു സന്തോഷകരമായ വാർത്ത കേട്ടു. അത് ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ തോക്ക് കണ്ടുപിടിച്ചെന്ന്. അത് ഇസ്രായേലാണ്, AI സിസ്റ്റത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രത്യേക രാജ്യക്കാരുടെ നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ചാൽ വെടിവെക്കുന്നവൻ്റെ നെഞ്ചത്തേക്ക് ബാക്ക് ഫയർ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 8 സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കൾക്കും സ്വന്തം നെഞ്ചത്ത് ഉണ്ട കയറിയ ലെവല. ആ തോക്കിൻ്റെ പ്രത്യേകത, ആ പ്രത്യേക രാജ്യത്തേക്ക് ഇസ്രായേലിലെ മനുഷ്യരുടെ നേരെയാണെങ്കിൽ ആ വെടി പൊട്ടുന്നത് ബാക്ക് ഫയറായിട്ട് വെടിവെക്കുന്നവൻ്റെ നെഞ്ചത്ത് കയറും. അല്ലാതെ ലോകത്തെ വേറെ ഏത് രാജ്യക്കാരുടെ നേരെയാണെങ്കിലും ആ വെടിയുണ്ട മുന്നോട്ട് പോകും. ഇങ്ങനെ ഞാൻ അത് എന്താണ് അതിൻ്റെ സത്യം എന്നറിയില്ല, എങ്കിലും ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നി. സ്വർഗത്തിന് ചേരാത്ത വെടിവെക്കുന്നവൻ്റെ നെഞ്ചത്ത് തന്നെ ഈ വെടിയുണ്ട കയറും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നശിച്ചിട്ടും ഇത് തിരിച്ചറിയാതെ മസിൽ പിടിച്ച് നിൽക്കുന്ന ഈ കൊടിയ തിന്മയുടെ മൂർത്തിമത് ഭാവമായ പുരോഹിതരെ, എന്തിനാണ് നിങ്ങളിങ്ങനെ? നിങ്ങളുടെ കല്ലറ അടക്കപ്പെടുമ്പോൾ പിന്നെ ശേഷിപ്പൊന്നും ബാക്കിയില്ലാതെ വരുന്നതല്ലേ? അതിന് മുകളിലെ വിശുദ്ധനായ ഒരു പുരോഹിതനാണെന്ന് മനുഷ്യരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഞങ്ങളെ അങ്ങ് പിരിച്ചുവിടാൻ ഇന്നലെ ഒരച്ഛൻ പറയുന്നത്, ഞങ്ങളെ അങ്ങ് പിരിച്ചുവിടരുത്. എന്തിനാണ് അപ്പോൾ പിരിച്ചുവിടുന്നത്? ധൂർത്തപുത്രം പോയ കണക്ക് അങ്ങ് പോയാൽ പോരെ? ധൂർത്തപുത്രം പോയാക്കണം. നിങ്ങൾക്ക് ഏത് ആശുപത്രി വേണം, ഏത് കോളേജ് വേണം, എന്ത് വേണം എടുത്തോണ്ട് പോടാ. എന്തേ ഇത് കൊണ്ടുപോകാത്ത എന്താ? അപ്പൻ പാവമാണെന്ന് വിചാരിച്ച് അപ്പനെ ഇട്ട് ചവിട്ടിക്കൂട്ടല്ലേ? അത് ദൈവവും പൊറുക്കില്ല, മനുഷ്യനും പൊറുക്കില്ല. നിൻ്റെയൊക്കെ അവസാനം എത്ര ഭീകരമായിരിക്കും. തെറ്റും കുറ്റവും വരാത്ത മനുഷ്യരില്ലടാ. ഈ പുരോഹിതനൊക്കെ ഇങ്ങനെ പറയാൻ കാര്യം എന്നാ? എന്തിനാണ് ഈ കുപ്പായ ഇട്ടിന്? കുപ്പായ ഊരി വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഇല്ല, കുപ്പായത്തിലെങ്കിലും അഴുക്ക് പറ്റാതിരിക്കട്ടെ. ദൈവസ്നേഹത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവൻ സാത്താൻ്റെ മക്കളായി മാറിയിട്ട് സാത്താൻ്റെ പ്രവൃത്തി ചെയ്ത് തന്നെ അഭിഷേകം ചെയ്ത അധികാരിക്ക് മുമ്പിൽ വിരൽ ചൂണ്ടി സംസാരിക്കുകയും അധികാരിയെ കള്ളനെന്ന് വിളിക്കുകയും കള്ളനായിട്ട് കള്ളത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കിയ നിന്നോടൊക്കെ ഏത് ദൈവമാനത്തിനാണ് ക്ഷമിക്കാൻ പറ്റുന്നത്? രക്ഷയുടെ വഴിയിൽ വേലി കെട്ടി നാശത്തിൻ്റെ വഴിയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ട്രെയിൻ പാളം മാറ്റി വിടുന്ന ആ പുരോഹിതൻ എന്താണോ വരാനിരിക്കുന്നത്? എന്ത് കിട്ടിയാലും പുള്ളി തന്നെ വാങ്ങിച്ചോട്ടെ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ മാനസാന്തരപ്പെടുക. അത് നിത്യതയുടെ വഴിയിലേക്കായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞ കേട്ടിട്ട് എന്നെ തെറി വിളിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നെ ഇനി എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം റെഡി ആയിട്ടിരിക്കുക അതിന് വേണ്ടി. ആമേൻ.